എത്ര കണ്ടാലും ചിരി അടക്കാൻ പറ്റത്തില്ല. പിന്നെ മണിച്ചേട്ടന്റെ എക്സ്പ്രഷൻ എന്തിനാ ഭഗവാൻ ഇതെന്തൊരു പടവാ. ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എന്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എന്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണേ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. എന്ത് സീനല്ലേ ഈ പടം. ഈ പടം ഇതിലൊന്നും അല്ല. ത്രൂ ഔട്ട് ഈ സിനിമ തുടങ്ങുന്നതോടെ അവസാനം വരെ ഇങ്ങനെയാണ് ഈ പടം. ഇത് എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ. അയ്യോ, കീർത്തി സുരേഷ് ആണോ വലിയ കുട്ടി? ആണോ?